ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക ശൃംഖല കണ്ടെത്തിയത് ഇസ്രായേൽ പ്രതിരോധ സേന. ഇസ്രായേലുമായുള്ള അതിർത്തിക്ക് സമീപം വടക്കൻ ഗാസയിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയതെന്ന് IDF അറിയിച്ചു. തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. 4 കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം 50 മീറ്ററോളം ഭൂമിക്കടിയിലേക്കുണ്ട് എന്നും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്ര വീതിയുള്ളതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാനാകില്ല എന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ അതിർത്തിക്ക് 400 മീറ്റർ മാത്രം അകലത്തിലാണ് തുരങ്കം ഉള്ളത്. നിരവധി ശാഖകളും ജംഗ്ഷനുകളുമുള്ള ഈ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട്. തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനമടക്കം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങളുണ്ട്. ഇത് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത് തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാമെന്നും IDF വ്യക്തമാക്കി. ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ യഹിയ സിൻവാറിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കമെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഹമാസിന്റെ മറ്റു തുരങ്കങ്ങളിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ തുരങ്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും IDF പറയുന്നു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ സ്വന്തം പൗരന്മാരായ ബന്ദികൾ സഹായം തേടിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെടുത്തതായും IDF അറിയിച്ചു. ബന്ദികൾ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന അടയാളങ്ങൾ എഴുതാൻ ശേഷിച്ച ഭക്ഷണം ഉപയോഗിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം സ്വന്തം പൗരന്മാരായ 3 ബന്ദികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സൈന്യത്തിന് നേരെയുള്ള ഭീഷണിയെന്നാണ് തെറ്റിദ്ധരിച്ചാണ് ഇവരെ ഒരു കെട്ടിടത്തിൽ വച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. സംഭവത്തിൽ ഇസ്രായേൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. 120ഓളം ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ഉണ്ടെന്നാണ് വിവരം. ഇവരെ മോചിപ്പിക്കുന്നതിന് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതേസമയം ഇസ്രായേലിന്റെ ബോംബ് വർഷം നിലയ്ക്കാത്ത ഗാസയിൽ പലായനം ചെയ്യുന്ന ജനങ്ങൾക്ക് കഴിയാൻ സുരക്ഷിത മേഖലകൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു. ആക്രമണം നടക്കുന്ന വടക്കുഭാഗം വിട്ടോടിയ ജനങ്ങൾക്കുൾപ്പെടെ കഴിയുന്ന തെക്കൻ ഗാസയിലും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന. ഇവിടെ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ തെക്കോട്ടേക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പറയുന്ന ഇടങ്ങൾ അങ്ങനെയല്ല. അവ സൃഷ്ടിക്കുക എന്നത് ശാസ്ത്രീയമോ യുക്തിസഹമോ സാധ്യമോ ആയ കാര്യമല്ല. ശരിയായ സുരക്ഷിത മേഖലയാണ് എങ്കിൽ അവിടെ ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും പാർപ്പിടവും ഉറപ്പുവരുത്താൻ കഴിയണം. സുരക്ഷിതമെന്ന് ഇസ്രായേൽ പറയുന്ന ഇടങ്ങളിൽ അവയൊന്നും ഉറപ്പാക്കാൻ കഴിയുന്നില്ല. 400 പേർക്ക് ഉപയോഗിക്കാൻ ഒരു ശൗചാലയം എന്ന അവസ്ഥയാണ് ഗാസയിൽ. ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യുനീസിന്റെ പരിസരങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കരയാക്രമണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നഗരപരിസരത്ത് 150ലധികം ടാങ്കുകൾ ഇസ്രായേൽ വിന്യസിച്ചു. ആക്രമണം ആസന്നമാണെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഖാൻ യുനൈസിലെ 2 സംരംഭശാലകളിലെ സാധനങ്ങൾ റാഫയിലേക്ക് മാറ്റിയെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്.